ഇപ്പം ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈശോ എന്താ പറഞ്ഞത്? അതായത് സ്നേഹത്തിന് വേണ്ടി അല്ലേ? 15:13 യോഹന്നാൻ 15:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ ചുമ്മാ ഒരു അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന് ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നല്ല സമറിയക്കാരനെ ആ കഥ കഴിയില്ല, ലുക്ക 10 അധ്യായത്തിലുള്ള 10-ാം അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ അയാൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമറിയക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ഒഴിച്ച് വ്രണങ്ങളെല്ലാം കഴുകി കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല, എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15:13 വായിച്ചത്. അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ചേ. 15:12 15:14 വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:12 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ എന്താണ് വേണ്ട സത്യം എന്താണെന്ന് ഈശോ പറയാം. എന്താണ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15:12 വായിച്ച്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണം എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിന് എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതാണ് എൻ്റെ അത് റെക്കറ്റ്. അതായത് അത് അറിയണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 10:17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10:17 തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞു മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉടമ്പടിയുടെ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് പറയണം? ദൈവത്തെ. അതാണ് വിഷയം. അതാണ് ലക്ഷ്യം സിംഗിളാകണത്. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സിംഗിളായിരിക്കണം. 2 ആയിട്ട്. ചില ആൾക്കാർ കാണത്തില്ലേ, ചില ആൾക്കാർ എൻ്റെ കണ്ണിനെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് എന്ത് പറ്റി, എനിക്ക് ഡബിൾ വിഷനാണെന്ന്. ഒരാളെ 2ആയിട്ട് കാണുമെന്ന്, ഒരാളെ 2ആയിട്ട് കാണും. അതാണ് ഡബിൾ വിഷൻ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 2ആയിട്ട് കാണരുത്. നിങ്ങളെ ലക്ഷ്യം, നിങ്ങളുടെ നിയോഗത്തിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, അതിനാണ് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ദൈവം അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടല്ല. പിന്നെന്താണ് ഈ 10:17 സംഭവിക്കുന്നത്? കാര്യം ഒന്ന് വായിച്ചേ. 10:17
തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വീക്ഷണ കോണുണ്ട്. പിതാവ് നമ്മളെ സ്നേഹിക്കണം. അതെന്താണ്? അതായത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കൊണ്ടാണ് പിതാവ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ പ്രതി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവത്തെ പ്രതി മനുഷ്യരെയും ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിലെ ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോടെ സ്നേഹത്തെ പ്രതി നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പിതാവ് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ ഓക്കെയാണ്. പക്ഷേ നിയോഗങ്ങളെ നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോഴും ഈ നിയോഗങ്ങൾ ശരിക്കും അതായത് പുള്ളിങ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതായത് വണ്ടി വലിക്കണില്ല എന്ന് പറയത്തില്ലേ? ചിലപ്പോൾ ചില വണ്ടിയൊക്കെ ആയിരിക്കും പറയല്ലേ. ഞാൻ വണ്ടി മാറി കയറുമ്പോൾ ഞാൻ പറയും ഈ വണ്ടി വലിക്കണില്ലല്ലോ എന്ന് പറയും. അതിന് പുള്ളിങ് ഇല്ലെന്ന് പറയും. എഞ്ചിൻ ഈ സാധനം വലിക്കണില്ല. ഭയങ്കര നമ്മൾ ഏതാണ്ട് ലാഗ് ചെയ്യണ പോലെ തോന്നും. ഉടമ്പടി ലാഗിങ് വരുന്നുണ്ട് ചില ആൾക്കാർക്കെങ്കിലും. ഉടമ്പടി വല്ലാതെ രീതിയിൽ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 10-17 ഇതിൻ്റെ ഒരു ഫോർമുല കിടക്കുന്നത്. എന്താണ്? പിതാവ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിതാവ് നമ്മളെ സ്നേഹിക്കാൻ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ബൈബിളിൽ ഒരു സിംഗിൾ ഗ്രൗണ്ടേ ഉള്ളൂ. ക്രിസ്തുവിന് പോലും അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടിയും വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഷ്ടപ്പെട്ടും തെരുകേട്ടും തന്തക്കുവിളി കേട്ടും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇങ്ങോട്ടുള്ള പിടുത്തം വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അതായത് നിഗൂഢമായ പോയിൻ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജർമ്മനി പോകണം പറഞ്ഞ് മാത്രം ഇരുന്നാൽ ഈ സാധനം വളരെ സ്ലോ ആയിരിക്കും, പുള്ളി കിട്ടത്തില്ല. മറിച്ച് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ ഈ സാധനം മൂവാകും. നമ്മുടെ ഈ സമീപനത്തിന് വരുന്ന പ്രശ്നമാണ്. ഉടമ്പടി പക്കയാണ്, പക്ഷേ അത് കയറി ആവശ്യമില്ലാത്തൊരു കയറി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് കുഴപ്പം. ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതെല്ലാം അറിയേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാൽ മതി എന്നുള്ള ചിന്ത വന്നാൽ ഉടമ്പടി സ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളെക്കാൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് സാക്ഷ്യം വഹിക്കുന്നത് നിയോഗമാക്കിക്കൊണ്ട് ഉടമ്പടിയെ ലക്ഷ്യങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതായത് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ച് ചെയ്യുന്ന ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ഇങ്ങനെ അറച്ചിരിക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങളാണ്. പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പക്ഷേ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിലെ ജോലി അങ്ങനെ ഒക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിൽ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ പിന്നെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ കുലച്ചു പോകുകയുള്ളൂ.
നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്. ആർക്ക് ഞാനിങ്ങനെ എനിക്ക് ജോലി കിട്ടാമെന്ന് എന്ത് ചെയ്യും? ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചുപോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥമോ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്തുള്ള ജോലി അന്വേഷിക്കാൻ വിചാരിച്ചു. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കുന്നില്ല. ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പോൾ ഞാൻ നല്ലവണ്ണം കുടുംബ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാരികസുണ്ട്, എനിക്ക് കാരികസ് റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കലാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വളരെ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതുന്നതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൂട്ടി കറക്കി കുത്തി എടുക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, അത് എഴുതാൻ പാടാണ്. അത് എഴുതുന്ന ആൾക്കാരാണ് ഈ അടിച്ച ഉടമ്പടിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പോകണം. ഇവിടുന്ന് ഓടിക്കളയുന്ന ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ എന്താ അവർക്കറിയാം. അവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്ന്. ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്നുള്ളത് രഹസ്യമായി അത് ദൈവമായിട്ടൊരു ഇഷ്ടത്തിന് പുറത്ത് കൈമാറുന്ന രഹസ്യങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാരെ. നമുക്ക് പൊരിഞ്ഞ സ്നേഹമായിരിക്കും ദൈവത്തോട്. പക്ഷേ അവിടെ കോളങ്ങൾ ഫില്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് അവരോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ദൈവത്തോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണത്, ജീവിക്കണതും വിശുദ്ധിയോട് ജീവിക്കണം എല്ലാം കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ദൈവത്തിന് നമ്മളൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊക്കെ നിൻ്റെ കടമയാണെന്ന് പറയും. അല്ലെങ്കിൽ നിൻ്റെ കടമയാണെന്ന് പറയും. നീ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നീ അത് സാറ്റിസ്ഫൈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നീ ചെയ്യണം. അത് നിൻ്റെ കടമയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹം നമ്മോട് തോന്നണമെന്നില്ല. അതാണ് അതിൻ്റെ കടമയാണെന്ന് പറയുന്ന ഭാഗമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 17:10 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. നിത്യത എന്ന് പറയുന്ന സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കടമകൾ നിർവഹിക്കാനുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ അഡ്വാൻസ് ഗിവിംഗ് ആണ്, അതിൻ്റെ വില കൊടുക്കുന്നതാണ്. അതെന്താണ്? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, വിശുദ്ധിയോടെയും സ്നേഹത്തോടെ ജീവിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്താലും ഉടമ്പടി വരുന്ന അത്രയും പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകത്തില്ല. അത് കാര്യം അതൊക്കെ മേലാണ്. അതൊക്കെ നിർവഹിക്കുന്നത് അടിത്തറ വേണം. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റവ ചെയ്യേണ്ടതായിരുന്നു ഈശോ പറയണില്ലേ? അത് ഈശോയുടെ നിലപാട്. പാരമ്പര്യമായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ഉപേക്ഷിക്കാമെന്നല്ല ഈശോ പറയണത്. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റത്. അപ്പോൾ മറ്റൊരു സംഭവം അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 11:42. ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പക്ഷെ അതുമാത്രം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജിനെ അഭിമുഖിക്കാൻ പാടായിരിക്കും. അതാണ് എബിന് പറ്റുന്ന അബദ്ധം. എബിൻ പറയണത് ഞാനിതെല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം എന്നെ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചതിൽ. പക്ഷേ ദൈവത്തിനൊരു പ്രശ്നമുള്ളത്, അതായത് നമ്മൾ വളരണമെന്നുള്ള ഒരു വലിയ ചാലഞ്ച് ദൈവ മനസ്സിലുണ്ട്. നമ്മൾ വളരണം. അതിന് ഈശോ വളരണമെന്നല്ല പറയണത്. ഈശോ പറയണത് 5:48 വായിച്ച്,
മത്തായിയുടെ സുവിശേഷം 5:48 വായിച്ച് 48, 49. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്കുള്ള വളർച്ചയുണ്ട്. ശരിക്കും ആ പരിപൂർണതയ്ക്ക് വളർച്ച ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിലേക്കുള്ള വളർച്ച ഉള്ളത്, അതാണ് ബൈബിൾ ഉയർത്തുന്ന ഒരു ചാലഞ്ച്. അതാണ് ഇപ്പം ട്രഡീഷണലായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മരിക്കത്തില്ല. ഇപ്പോൾ ഒരു ചെടി വളരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളരുന്നു എന്നാണ്. വളരാതെ നിൽക്കുന്ന ഒരു ഇപ്പോൾ ഇതില്ലേ, ഈ മഴക്കാലത്തൊക്കെ മുരടിച്ച് നിൽക്കണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഡൗൺ പോറല്ലേ, ഭയങ്കര മഴ പെയ്ത്താകുന്ന സമയത്ത് ചെടികൾ വളരത്തില്ല, എന്നാൽ പഴുത്ത താഴെ വീഴത്തുമില്ല, ഇങ്ങനെ മുരടിച്ച് നിൽക്കും അല്ലേ. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റൊക്കെ കഴിയുമ്പോൾ മാത്രമേ പിന്നെ പുതിയ ഇലയൊക്കെ വന്ന് വരത്തുള്ളൂ. അപ്പോൾ വളർച്ചയുമില്ല, തളർച്ചയുമില്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, വളർച്ച ഉണ്ടാകണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതാണ് 5:19 പറയണത്, 5:49 പറയണത്. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും ഡേ ബൈ ഡേ പരിപൂർണ്ണതയിലേക്ക് വളരണം. അപ്പോൾ പരിപൂർണ്ണതയ്ക്ക് വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് വരുന്നത്. എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ്, ഉടമ്പടി അതാണ്, അവിടെയാണ് പ്ലേസ്മെൻറ്റ്. ഉടമ്പടിയിൽ എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പാരമ്പര്യത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് അത് ചെയ്യാൻ 40 മാർക്കിൻ്റെ ചോദ്യമാണത്. അത് എബിനെ സംബന്ധിച്ച് അത് ചെയ്യണില്ല. കാര്യം ഇവൻ ഉടമ്പടി എടുത്തിട്ട്, അങ്ങനെ ചെയ്യാത്തൊരു ഉടമ്പടി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എബിൻ ഉടമ്പടി എടുത്തതാ. എബിൻ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം പരാജയപ്പെട്ടിട്ട് പിന്നെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി എടുത്തിട്ട് ഈ 2-3 മാസമായിട്ട് വർക്ക് ചെയ്യണില്ല, ആരും വിളിക്കണമില്ല, തിരക്കണമില്ല, CV ചോദിക്കണില്ല, ഇൻ്റർവ്യൂ ഇല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റി? അതാണ് എൻ്റെ ചോദ്യം. ഉടമ്പടി എടുത്തിട്ടും എനിക്ക് എന്ത് പറ്റി? എന്നെ ആരും വിളിക്കണില്ല, എനിക്ക് ഇൻ്റർവ്യൂ ഇല്ല, ഞാൻ പഴയതുപോലെ എന്നെ പോവുകയാണ്. അപ്പോഴവൻ കർത്താവിന് മുമ്പിൽ കരഞ്ഞു, കർത്താവേ എൻ്റെ ജീവിതം പെട്ടുപോയോ? ഞാൻ കുഞ്ഞുനാൾ പോലെ നീയായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ സാധാരണയേക്കാൾ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വിശ്വാസത്തിൽ പോകുന്ന ആളാണ്, ശരിക്കും ജീവിതമില്ലാതായി പോവുക കർത്താവേ എന്ന് ഇവൻ കണ്ണീരോടെ കർത്താവിനെ മുമ്പിൽ ചോദിച്ചു. അന്ന് രാത്രി ഒരു സംഭവം നടന്നു. ഈ ഹൃദയം ഇളക്കി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറി ചോദിക്കത്തില്ലേ? അപ്പം ദൈവം മറുപടി പറയും. അത് ഒരു സംശയമില്ല കരുതേ. നമ്മൾ ഇത്രൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ദൈവം 2 മറുപടി പറയും. അപ്പോൾ ഉടനെ എബിനിങ്ങനെ മുട്ട നിൽക്കുന്നു, ഞാൻ കുരിശ് വാഴ്ത്തി എബിന് കൊടുക്കുന്നു. അതാണ് ഇവൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അവൻ മനസ്സിലാക്കി അച്ഛനെ പോയി കാണാനായിരിക്കും ഈശോ പറയണമെന്ന്. അപ്പോൾ എന്നാ ചെയ്ത് അച്ഛനെ പോയി കാണാൻ വേണ്ടി ഇവിടെ പുതുക്കിയപ്പോഴാണ് അവിടെ ചോദ്യവും പറച്ചിലൊക്കെ ആയി. പുതുക്കുമ്പോൾ എന്താ ചോദിച്ചത്? നീ പത്രം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസ കൈമാറ്റമാണല്ലോ. അപ്പോൾ പത്രം കൊടുത്തിരിക്കുന്നത് അപ്പനാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വിഷയം. അപ്പനാണ് കൊടുത്തിരിക്കുന്നത്, പത്രം കൊടുത്തിരിക്കുന്നത്. എബിന് ഈ പത്രം കൊണ്ട്, ഈ ചെറുപ്പക്കാരനായത് കാരണം പത്രം കൊണ്ട് നാട്ടുപുറത്ത് ഇറങ്ങിയ നാട്ടുകാരെ വല്ല കൂട്ടുകാരെ വല്ല പറയാൻ ചോദിച്ചുകൊണ്ട് അവനത് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വിഷയം, നമ്മൾ എത്ര ട്രഡീഷനാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേയ്മെൻ്റ് എല്ലാം കർത്താവ് നേരിട്ട് നടത്തുന്ന വിഷയങ്ങളായതുകൊണ്ട് അതെല്ലാം വിശ്വാസ കൈമാറ്റത്തിലാണ്. വിശ്വാസ കൈമാറ്റത്തിൽ ചിലപ്പോൾ തന്തക്കിവിളി കേൾക്കും, തോന്നിവാസം പറയും, ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും, മുറിവ് പറ്റും, കുറേ തരത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ കന്നേ കാളിയെന്ന് പറഞ്ഞ് കാറി കൂവി നാട്ടുകാരെ വിളിച്ച് ഏൽപ്പിച്ചാൽ അതിന് ഉള്ള മാർക്ക് കൂടി പോവുകയും ചെയ്യും. അത് ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതം വളരെ തന്ത്രപരമായിട്ട് ജീവിക്കേണ്ടതായ ജീവിതമാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇവൻ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാം, അടുത്ത പ്രാവശ്യം വരെ ഞാൻ തന്നെ പോയി, ഭയങ്കര പാടുള്ള പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ ഞാൻ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവൻ ഇവിടെ വന്ന് അച്ഛനെ കാണുമ്പോഴാണ് ഞാൻ ഈ കുരിശ് കൊടുക്കണത്. അപ്പോൾ 10 ലക്ഷം പരീക്ഷ പ്രാർത്ഥിച്ച കുരിശാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ പരീക്ഷക്കാർക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. മക്കളെ 2 ലക്ഷം പേര് പ്രാർത്ഥിച്ച കുരിശാണ് മക്കൾക്ക് തരണത്. മക്കൾക്ക് ഇതിൻ്റെ അകത്ത് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. കാരണം അവരെല്ലാം 16 വയസ്സ് 17 വയസ്സൊക്കെ, അവർക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, മക്കൾ ഈ സമയത്ത് വിശ്വാസപ്രമാണം ചെല്ലണം, ഈശോനെ കൈ തരുന്നതാണ്, നിങ്ങൾക്ക് പറ്റാത്ത 2 കാര്യങ്ങൾ ഈശോയോട് പറയണമെന്നൊക്കെ പറയും. നിങ്ങളോട് വല്ല മുതിർന്നവരോട് ഞാനത് പറയത്തില്ല, പിള്ളേരോടൊക്കെയാണ് പറയത്തുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതിൻ്റെ അർത്ഥം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, അതൊക്കെ പിള്ളേരോട് പറയും. കാര്യം എന്താണ്? അവർക്ക് നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കി അവരെ ചെയ്തോളൂ ഭംഗിയായിട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ കുരിശ് കിട്ടിയ രാത്രി പെട്ടെന്ന് UAE നിന്ന് അവനെ വിളിച്ചു.
അതാണ് തടസ്സം. അതാണ് തടസ്സം മാറുമെന്ന് പറയണത്. ഇവൻ ഇവിടെ തീരുമാനം എടുത്തത് എന്താണ്? വിശ്വാസം കൈമാറാൻ തീരുമാനിച്ചു. അതായിരുന്നു അവൻ്റെ പിഴവ്. അതായിരുന്നു ആ തീരുമാനം ഞാൻ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ കുരിശ് കൈ കൊടുത്തപ്പോൾ ഈശോ അവൻ്റെ കൈ കിട്ടിയ പോലെയായി. അവൻ അന്ന് രാത്രി അത് വിതിൻ നോ ടൈമാണ്. അതായത് നമ്മളെപ്പോഴും എൻ്റെ മക്കളെ മനസ്സിലാക്കണം, അങ്ങനെ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നയപരിപാടിയുടെ ഭാഗമല്ല. കാലവിളംബം ഉണ്ടാക്കണം നമ്മളാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ എന്നെ ഗുഡൻസ് പിടിയിട്ടില്ലേ? അതൊന്നൊരു വായിച്ചേ. കാലവിളംബം വായിച്ചേ. 2 പത്രോസ് 3:9. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. അപ്പൊ പ്രഖ്യാപിത നിലപാടിതാണ് കർത്താവിന്റെ. എന്താണ്? കാലവിളംബം വരുത്തുന്നത് പോലെ കർത്താവാണ് കാലവിളംബം വരുത്തുന്നതെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണമെന്നാണ് പറയണത്. കർത്താവാണ് കാലവിളംബം വരുത്തുന്നത്, താമസിപ്പിക്കുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണമെന്നാണ് പറയണത്. പക്ഷേ എന്ത് പറയാം, നിങ്ങളുടെ ധാരണ തെറ്റാണ്. ദൈവത്തിൻ്റെ പ്രഖ്യാപിത നയപരിപാടികളിൽ കാലവിളംബം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്താ? കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാലവിളംബം വരുത്തണില്ല. പിന്നെ ആരാണ് കാലവിളംബം വരുത്തുന്നത്? നമ്മൾ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രീ റിക്വസിസ്റ്റ് ഉണ്ട്. കർത്താവ് വാഗ്ദാനം പാലിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രീ റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? മുൻ ആവശ്യം. കാലവിളംബം കർത്താവ് വരുത്താതിരിക്കാനുള്ള ടെക്നോളജി എന്താണ്? അതിൻ്റെ തന്ത്രം എന്താണ്? അതിൻ്റെ പ്രീ റിക്വസ്റ്റ് ഉണ്ട്. അതെന്താണ്? മുൻ ആവശ്യം. എന്താണ്? അനുതാപം. അതാണ് പറയണത്. കേട്ടില്ല നിങ്ങൾ? എന്നിട്ട് വായിച്ചത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. പോളിഷ് ലാംഗ്വേജാണ്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പച്ചക്ക് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ അനുതപിക്കാതെ കാലാണ് കിട്ടത്തില്ലെന്നാണ് ഈ പറയണത്. മനസ്സിലായല്ലേ? നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കണമെന്ന്. ദീർഘക്ഷമ എന്ന് വെച്ചാൽ ഈ സംഭവം നീണ്ടു പോകുന്നല്ലേ പറഞ്ഞ അർത്ഥം. അനുതപിക്കാതിരുന്നാൽ, ഇപ്പോഴുള്ള അഭ്യാസത്തോടെ മുന്നോട്ട് പോയാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്നാണ് പച്ചക്ക് പറയണത്. ബൈബിളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ സുഖിപ്പിച്ചേ പറയത്തുള്ളൂ. പക്ഷേ വെടിമരുന്നായിരിക്കും പറയണത്. നിങ്ങൾ കാലവിളംബം കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപിത നടപടിക്രമമല്ല. എത്രയും വേഗം നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ നിലപാട് രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനുഗ്രഹം താമസിക്കണത്? അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നാണ് ഈ പറയണത്. അനുതാപം നിങ്ങളുടെ വിഷയമാണ്. ദൈവമല്ല അനുദപിക്കേണ്ടത്, നമ്മളല്ലേ അനുദപിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ കാലവിളംബം വീട് കിട്ടണില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. നന്ദനയുടെ സാക്ഷിയാണ്. നന്ദനയുടെ സാക്ഷി എന്ന് പറഞ്ഞത്, നന്ദന ഒരു പാലായിൽ നിന്ന് നന്ദനയും നന്ദയുടെ അമ്മയും അപ്പനും ആങ്ങളെയും കൂടിയാണ് ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. കുടുംബത്തോടെ കയറിയിരിക്കുകയാണ്. അതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറാൻ കാരണം നന്ദനയുടെ കുറേ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ സാക്ഷ്യം നല്ല പൊട്ടിപ്പൂരൻ സാക്ഷ്യമാണ്. കാരണം നന്ദന വളരെ അറിവ് ഉള്ള ആളാണ്. ഒരു ജൂലൈയിൽ ഉടമ്പടി എടുത്ത ആളാണ്. ജൂലൈയിൽ ഉടമ്പടി എടുത്ത ആൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 ജനുവരി 6 മാസത്തിനുള്ളിൽ കുടുംബം പോയ പോക്കെന്ന് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന പോക്കാണ് പോയത്. അതായത് ഇവൾക്കാണെങ്കിൽ കേറ്റക്ക് 16 പേരാണ് കേറ്റക്കിൽ എഴുതുക. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത്. അവൾ മാത്രം തോറ്റു. 1 അല്ല 2 അല്ല 3 അല്ല, 3-ാം പ്രാവശ്യം തോറ്റു. അവിടെ കൂടെ എല്ലാവരും ജയിച്ചു. അവളിനി കേറ്റക്കിന് ജയിച്ചാൽ മാത്രമേ ഇനി അവൾക്കൊരു ജീവിതമുള്ളൂ. ഇനി വീടാണെങ്കിൽ അവർ പറയണത് ഞങ്ങളുടെ വീട് സർക്കസ് കുടാമപ്പുര പോലെയാണെന്ന്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഴയെ പേടിയാണ്. എന്താ കാര്യം? മഴ കാണാൻ ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ മഴ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീട് കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ചോറ്റുപാത്രത്തിൽ വീഴുമെന്ന് മഴ. അപ്പം അവളുടെ സങ്കടം കണ്ടില്ലേ? വീടില്ലെന്നായി പറയണതേ. നന്നായിട്ട് പറയണുണ്ടല്ലോ, വീടില്ലെന്നാണ് പറയണത്. അപ്പോൾ വീടുമില്ല, ആകപ്പാടെ ആശ്രയിക്കാനുള്ളത് ഇവളുമാണ്. ഇവൾ തോക്കുകയും ചെയ്ത്. അപ്പം ഇങ്ങനെ വളരെ താഴെ കിടക്കുന്ന കുടുംബമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ വീടിനൊക്കെ താഴ്ന്ന സ്ഥലത്തും കൂടിയാണ്.
ഇപ്പം എല്ലാം കൊണ്ട് ഒരു ശോകക്കാഴ്ചയാണ് ശരിക്കും. ഒരു ശോകമെന്നോ പറയത്തില്ലേ, ഒരു ശോകക്കാഴ്ച. ഈ ശോകം അമ്മ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് അമ്മ ഞെട്ടിപ്പോകും. അതായത് നന്ദന പറയണത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ഉടമ്പടി? അച്ഛൻ്റെ ധ്യാനം ഞാൻ ശരിക്കും കേൾക്കും. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി എന്ന്. അപ്പം അതാ വിഷയം. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അത്രയും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ അറിവല്ല വിഷയം, അറിവിൻ്റെ എക്സിക്യൂഷൻ വിഷയമാണ്. എന്താ കാര്യം? അത് കഴിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലായാലും ഞങ്ങൾ അമ്മയും മക്കളും എല്ലാം കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും ഞായറാഴ്ച. അതാണ് വിഷയം. അപ്പോൾ വിഷയം മാറി, സാക്ഷ്യമായി. വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എന്ന് പറയും, കുർബാന ഈശോ, പരപിതാവ് ഈശോയെ നമുക്ക് തന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി ആ ഈശോയുടെ ശരീരവും രക്തവും വാഴ്ത്തപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈശോ വഴി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന കുദാശ എന്ന് ഇവിടെ വരെ പറയണേ. അപ്പോൾ 5 മാസം അയാളുടെ ഉടമ്പടിയിലേക്ക് വന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് എന്തോരം അറിവാണ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കണം. എൻ്റെ മകളെ, നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തങ്കപ്പെട്ട വർത്തമാനം വരണമല്ല, ഞങ്ങളൊക്കെ ഇത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചത്, നീ പെട്ടെന്ന് പഠിച്ചല്ല എന്ന്. അതാണ് അറിവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, അറിവിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടണം. ബോധ്യം കിട്ടുമ്പോൾ ആ ബോധ്യമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ. ഈ പത്രം പോകുമ്പോൾ പത്രത്തിന് കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന കൊടുക്കും. പിന്നെ പത്രം ആൾക്കാർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് അപ്പോൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവസ്നേഹത്തിലാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ സ്നേഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡേറ്റ്, അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ ഡേറ്റ് നമുക്ക് ദൈവം തരും. എടി മോളെ, ഇന്ന ഡേറ്റ് നിന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്, നീ അത് പ്രാർത്ഥനയിൽ കൊടുക്കാൻ പറയും. അപ്പോൾ അവൾ പറയും, അമ്മേ, ഇപ്പം ഇങ്ങനെ ഒരു വചനമുണ്ടേ, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തട്ടെ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് വിഷയം. ദൈവത്തിന്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഈ നന്ദനയുടെ കാര്യത്തിൽ 2 പ്രാവശ്യം തോന്നിയത് തോന്നും. അതാണ് വിഷയം. 2 പ്രാവശ്യം തോന്നിയതിന് അവരുടെ കയ്യാങ്കളി ആ ടൈപ്പാണ്. കർത്താവിന് തോന്നിയത് ആത്മാർത്ഥമായിട്ട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്താ പറയണത്, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ. അതാണ് ഡേറ്റ് വരണത്. അപ്പം നന്ദനോട് പറഞ്ഞ്, നീ അമ്മയുടെ ബർത്ത്ഡേക്ക് അനുഗ്രഹം ചോദിക്കൂ, നിനക്ക് ഞാൻ അനുഗ്രഹം ബർത്ത്ഡേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ അതുപോലെ ഇവിടെ ദൈവം ചോദിക്കണ അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ December 8. അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ അമ്മയുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ലൈഫിനെ എന്നെ സഹായിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ December 8 മുമ്പ് തന്നെ 6-ാം തീയതി ആകുമ്പോൾ തന്നെ ഇവർക്ക് റിസൾട്ട് വരും, അവൾ പാസ്സാകും. അപ്പോൾ എന്താ പ്രശ്നം? അതായത് എൻ്റെ മക്കളെ, ഒരു സാധനത്തിനും പഞ്ഞമില്ല. ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ വിഷയം. നമ്മൾ കറക്റ്റായിരിക്കണം. ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അല്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നാൽ ദൈവം കൈയും കാലും തല്ലി പിടിക്കും, ഒരു സംശയമില്ല. എന്തിനാണ് ഈ പേപ്പട്ടി ഈ വിഷം കെട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് അഭ്യാസം കാണിക്കുന്നത്? വയറ്റിപ്പഴപ്പിനല്ലേ, ഇറങ്ങിപ്പോയി എന്ന് പറയും. അങ്ങനെ അഭ്യാസം കാണിക്കരുത്. നിങ്ങൾ കസിന് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കത്തില്ല. എന്താ കസിന് എൻ്റെ കൂടെ പള്ളി വരുന്നുണ്ട്, അവളെന്നെ തോന്നി പറയും, അവർ പത്രം പിന്നെ കൊടുക്കാതെ. അപ്പോൾ കസിനെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നില്ലേ? നീ പിടികൊടുത്തില്ല ദൈവത്തിന്. നിൻ്റെ എല്ലാ ഫ്രോഡ് പരിപാടിയും ദൈവത്തിന് മനസ്സിലായില്ലേ? ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും ഒരു കസിനെ കൊണ്ട് കളയാവുന്നേ ഉള്ളതെങ്കിൽ പിന്നെ നീ എന്തിനാണ് ചമഞ്ഞ് കെട്ടി ക്രിസ്ത്യാനിയായിട്ട് നടക്കുന്നത്? ഇറങ്ങി പൊടിയെന്ന് പറയുന്നു. കാര്യം എന്താ? കാര്യം നിന്നേക്കാൾ വിശ്വാസമുള്ളവർ നിൻ്റെ പുറകെ വരുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പാരമ്പര്യ വിശ്വാസികൾ എപ്പോഴും ഒരു അപകട മേഖലയിലാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ദൈവത്തിന് ഒരു പ്രയോജനമില്ല. 10 പൈസക്ക് ആർക്കും ദൈവത്തിന് വേണ്ടി ഒരു വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും ക്രിസ്ത്യനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസായിട്ട് അങ്ങനെ അണിഞ്ഞ് ചമഞ്ഞ് നടക്കണം എന്നല്ലാതെ ആകാശത്തിൻ്റെ ഗുണം ഈ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ഉണ്ടായിട്ടില്ല. ഒരു അവിശ്വാസിയോട് പോലും നീ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ദാരിദ്ര്യരേഖയുടെ താഴെ കിടക്കുകയാണ്. ശരിക്കും BPL എന്ന് പറഞ്ഞാൽ ആരാണ്? നീയാണ് BPL. യഥാർത്ഥത്തിൽ ആധ്യാത്മിക മേഖലയിലെ BPL ആണ് നീ. എന്താ കാര്യം?
ബിലോ പോവർട്ടി ലൈൻ. കർത്താവിനെ കൈമാറിയിട്ടില്ല. വിശ്വാസം കിട്ടിയിട്ട് 10-40 വർഷങ്ങളാണെങ്കിൽ നീ ഇവിടെ ജീവിച്ചതും പട്ടി ജീവിച്ചതും കണക്കാം. പട്ടി 40 വർഷത്തിൽ മരിക്കുന്ന ആളാണ് പട്ടി. നീയും മരിച്ചു. പട്ടിയും കർത്താവിനെ കൈമാറിയില്ല, നീയും കൈമാറിയില്ല. പട്ടിക്ക് കർത്താവിനെ കിട്ടാഞ്ഞിട്ട് കൈമാറാഞ്ഞാണെന്ന് പട്ടിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. നിനക്ക് കർത്താവിനെ കിട്ടിയിട്ട് കൈമാറിയില്ല. ഇത് ഒറ്റ നടക്ക് പോകത്തില്ല മോളെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം കൈമാറുന്നതിനായി എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ അപ്പോസ്തലിക ധീരതയോടെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ.